നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോതമംഗലത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഒരുങ്ങുന്നു. പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജനം സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ആവശ്യം വീണ്ടും ഉയരുന്നത്. കഴിഞ്ഞ 3 തവണയായി കേരള കോൺഗ്രസിനാണ് കോതമംഗലം സീറ്റ് നൽകി വരുന്നത്. കോതമംഗലം സീറ്റ് തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് നേതാക്കളുടെ നിലപാട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ ഫലം കോൺഗ്രസ് അനുകൂല സാഹചര്യമായാണ് വിലയിരുത്തുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോതമംഗലം നിയോജകമണ്ഡലത്തിൽ മികച്ച വിജയമാണ് കോൺഗ്രസിനുണ്ടായത്. ബഹുഭൂരിപക്ഷം സ്ഥാനാർത്ഥികളും വിജയിച്ചു. 7 ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോൺഗ്രസാണ് ഭരിക്കുന്നത്. ജനവികാരം കോൺഗ്രസിന് അനുകൂലമാണ്. ഇതെല്ലാം മുതലെടുക്കാൻ കഴിയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണമെന്ന ആവശ്യം KPCC നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ശ്രമം തുടങ്ങിയത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം UDFിലെത്തിയ ശേഷം 2011 മുതലാണ് കോതമംഗലം സീറ്റ് കോൺഗ്രസിന് കൈവിട്ടുപോയത്. 3 തെരഞ്ഞെടുപ്പുകളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് കോതമംഗലത്ത് മത്സരിക്കുന്നത്. ഒരു തവണ UDF വിജയിക്കുകയും കഴിഞ്ഞ 2 തവണ പരാജയപ്പെടുകയും ചെയ്തു. അടുത്ത തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് തന്നെയാണ് മത്സരത്തിന് തയ്യാറെടുക്കുന്നത്. വീണ്ടും ഒരിക്കൽ കൂടി കോതമംഗലം നഷ്ടപ്പെടുമെന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നുമാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. ഇക്കാര്യം നേരത്തെ തന്നെ KPCC ഭാരവാഹികളെ അറിയിച്ചിട്ടുമുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ചർച്ചകൾ UDFിൽ ആരംഭിക്കാനിരിക്കെ ആവശ്യം കൂടുതൽ ശക്തമായി ഉന്നയിക്കാനാണ് ഈ നേതാക്കൾ ഒരുങ്ങുന്നത്. കേരള കോൺഗ്രസിന് മറ്റേതെങ്കിലും സീറ്റ് നൽകി കോതമംഗലം ഏറ്റെടുത്താൽ വിജയിക്കാനാകുമെന്നാണ് വാദം. 100 സീറ്റ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനത്തിനിടെ 3ാം തവണയും കോതമംഗലം കൈവിട്ടു പോകുന്നത് UDFിന് കനത്ത പ്രഹരമാകും. സിറ്റിംഗ് MLA ആയ ആന്റണി ജോണിനെ നേരിടാൻ കേരള കോൺഗ്രസിന് കഴിയില്ലെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. GTV ന്യൂസ്, കോതമംഗലം.